ദേശാഭിമാനിയുടെ മുൻ കൺസൾട്ടിംഗ് എഡിറ്ററും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ എൻ മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതിന് മെറ്റ നൽകിയൊരു മറുപടി, പോലീസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ അക്കൗണ്ട് നീക്കം ചെയ്തതെന്നാണ്. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് മാധവൻകുട്ടിയെ അറിയിച്ചിട്ടില്ല. അദ്ദേഹം ഇക്കാര്യം മീഡിയ വണ്ണോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ സംഘപരിവാറിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് മാധവൻകുട്ടി. അതിലൊരു മടിയും അദ്ദേഹം കാണിക്കാറില്ല. അതോടൊപ്പം തന്നെ സമീപകാലത്ത് ഇടതുപക്ഷത്തിനെതിരെയുള്ള വിമർശനങ്ങളിലും അദ്ദേഹം ശ്രദ്ധ വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ഇടതുപക്ഷക്കാരൻ തന്നെയാണ്, എന്നാലും ഇടതുപക്ഷത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രം അദ്ദേഹം പറയുന്നുണ്ട്. ഫേസ്ബുക്ക് എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മെറ്റ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള അക്കൗണ്ട് നീക്കം ചെയ്തത് എന്നുള്ള വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു നിയമ പോരാട്ടം കൂടിയിട്ട് അദ്ദേഹം തുടങ്ങുകയാണ്. ഹൈക്കോടതിയിൽ സമീപിക്കുമെന്ന് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലേക്കാണ് അജിംസ്. മാധവൻകുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ചാനൽ ചർച്ചകളിൽ വന്നിട്ട് അല്ല അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ. ഈ കഴിഞ്ഞ കാലത്ത് ഡൽഹി സ്ഫോടനം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റിൻ്റെ പേരിൽ ഒരു കേസ് കൂടിയിട്ട് പരാതി കൂടി ലഭിക്കുകയും കേസെടുക്കുകയും ഉണ്ടായെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം മീഡിയ വണ്ണോട് അടക്കം പറഞ്ഞിട്ടുണ്ട്, തനിക്ക് സംഘപരിവാറിനെതിരെയുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ അവരിൽ നിന്നുള്ള വിമർശനങ്ങൾ അല്ലെ ഭീഷണികൾ തനിക്ക് ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കേരള പോലീസിൻ്റെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ നടപടിയെന്ന് കൂടിയിട്ട് മെറ്റ അറിയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ മാധവൻകുട്ടി കൊടുങ്ങല്ലൂരുകാരനാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ തവണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സിവിൽ സൊസൈറ്റിയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ, അതിൽ സച്ചി മാഷുണ്ട്, കെ സച്ചിദാനന്ദൻ മുതൽ മാധവൻകുട്ടി മുതൽ അറിയപ്പെടുന്ന ആളുകൾ, കൊടുങ്ങല്ലൂരുകാരായ അറിയപ്പെടുന്ന ആളുകൾ, സാംസ്കാരിക പ്രവർത്തകർ, സിവിൽ സൊസൈറ്റിയിലെ ആളുകൾ, അവരെല്ലാം ചേർന്നൊരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. കൊടുങ്ങല്ലൂരിൻ്റെ പാരമ്പര്യം മതേതരത്വത്തിൻ്റെതാണ്. പക്ഷേ അവിടെ BJP വലിയ തോതിൽ വിഭജന രാഷ്ട്രീയം അഴിച്ചുവിട്ടുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നുണ്ട്, അത് അനുവദിച്ചുകൂടാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന കൊടുങ്ങല്ലൂരിലെ ഒരു സിവിൽ സൊസൈറ്റി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തു. അപ്പോൾ അവരുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, BJP അവിടെ അധികാരത്തിൽ വരരുത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ അവിടെ 2020 21-22 അതായത് BJP 21 സീറ്റും 22 സീറ്റ് LDFനും അങ്ങനെയായിരുന്നു സീറ്റ് നിലയുണ്ടായിരുന്നത്. കോൺഗ്രസ് ഒറ്റ സീറ്റിലേക്ക് ചുരുങ്ങി പോയിരുന്നു. അപ്പോൾ ഈ തവണ കോൺഗ്രസ് 3 സീറ്റിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ BJPയുടെ സീറ്റ് വലിയ തോതിൽ കുറയ്ക്കാൻ ഈ സിവിൽ സമൂഹത്തിൻ്റെ അപ്പീലിനും അതുപോലെ അവരുടെ ഗ്രൗണ്ട് ലെവലിലുള്ളവർക്കും സാധിച്ചിട്ടുണ്ട്. വേറെ പല സമവാക്യങ്ങളുണ്ട് കേട്ടോ. ചെറിയ പാർട്ടികൾ, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയൊക്കെ എന്ത് ചെയ്യുന്നു, LDFനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. BJP അധികാരത്തിൽ വരായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികളുടെ പിന്തുണയും LDFന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. ആ വർക്ക് നടന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് തിരോധാനം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇന്ത്യയിൽ ലഭ്യമാവാതിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ രസകരമായൊരു ഐറണി. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും ഈ എൻ മാധവൻകുട്ടി ലക്ഷ്യം വയ്ക്കുന്നത്? ഇപ്പോൾ നമ്മൾ 2 ആഴ്ച മുമ്പ് ഇതേ സെയിം സംഭവം മറ്റ് ചിലരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അപ്രത്യക്ഷമായതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് ഇന്ത്യയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മലയാളികളായ ആളുകളുടെ, ഈ സമീപകാലത്തുണ്ടായ ആളുകളുടെ പോസ്റ്റുകളും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒരു സ്വഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ പാറ്റേൺ, ഇവർ പ്രധാനമായും സംഘപരിവാറിനെ വിമർശിക്കുന്ന ആളുകളാണ്. അതേസമയം ഇവർ കേരളത്തിൽ LDF സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ്. എന്നാൽ ഇവർ കോൺഗ്രസ്സുകാരല്ല, ഇവർ ഏതെങ്കിലും കോൺഗ്രസ് പിന്താങ്ങികളോ അല്ലെങ്കിൽ UDFന് പിന്താങ്ങുന്നവരോ അല്ല. അവർ സാമൂഹിക പ്രശ്നങ്ങളിൽ, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ മാധവൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ദീർഘകാലം വർക്ക് ചെയ്ത ആളാണ്. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് VS പിണറായി പോര് മൂർച്ഛിച്ചു നിന്ന സമയത്ത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വരുന്ന ആളായിട്ടാണ്. എന്ന് മാത്രമല്ല, അന്ന് പലരും VSൻ്റെ കൂടെയാണ് അത്തരം ആളുകൾ കൂടുതലുണ്ടായിരിക്കുന്ന സമയത്ത് പിണറായിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന വളരെ കുറച്ച് ആളുകളിൽ ഒരാളായിരുന്നു എൻ മാധവൻകുട്ടി. അപ്പോൾ അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ നമ്മൾ ഫേസ്ബുക്കിലാണ് കാണുന്നത്. അദ്ദേഹം റിട്ടയർമെൻറ്റ് ലൈഫിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്. എൻ മാധവൻകുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായി വിജയന് നിശബ്ദനാക്കാൻ കഴിയാത്ത ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറാണ് അദ്ദേഹം. ഞാൻ മുമ്പിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2016 ശേഷം ഒരു 18-19 കാലത്ത് പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷക്കാരായ LDFനെ പിന്തുണയ്ക്കുന്ന, LDFന് വോട്ട് ചെയ്യുന്ന ആളുകൾ വളരെ പെട്ടെന്ന് സൈലൻ്റായിപ്പോയി. ആ സൈലൻ്റായവരുടെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ആ സൈലൻ്റായവരുടെ ലിസ്റ്റിൽ പെടാത്ത ഒരാളാണ് എൻ മാധവൻകുട്ടി. അതിനുശേഷവും അദ്ദേഹം എന്ത് ചെയ്യുന്നു, സർക്കാരിനെതിരായ വിമർശനങ്ങൾ പരസ്യമായി പറയുന്നത് അദ്ദേഹം ഞാൻ ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ്, പാർട്ടിയെ പിന്തുണയ്ക്കുന്നതാണ്, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളാണ്, LDFനെ പിന്തുണയ്ക്കുന്ന ആളാണ്, പക്ഷേ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ട് പല കാര്യങ്ങളും, പ്രത്യേകിച്ചും പോലീസിൻ്റെ RSS വൽക്കരണം ഉൾപ്പെടെ സർക്കാരിൻ്റെ വലതു വ്യതിയാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ശക്തമായി, അദ്ദേഹത്തിന് വലിയ ഫോളോവേഴ്സ്, അദ്ദേഹത്തിന് ഒരുപാട് വായനക്കാരോ ഇല്ല, പക്ഷേ
എങ്കിൽ പോലും അദ്ദേഹം അത് തുറന്നു പറയാൻ തയ്യാറാവുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് എൻ മാധവൻകുട്ടി നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സംഘപരിവാറിന് എന്നോടുള്ള വിദ്വേഷം എനിക്ക് മനസ്സിലാക്കാം, കാരണം ഞാൻ അവരുടെ നിശ്ചിത വിമർശകനാണ്, അവർക്കെതിരെ പണിയെടുക്കുന്ന ഒരാളാണ്. പക്ഷേ അതേ വിദ്വേഷം അല്ലെങ്കിൽ അതേ വൈരാഗ്യം, പക എന്നോട് CPM-നോ LDF സർക്കാരിനോ ഉണ്ടാവുക എന്നുള്ളത് കുറേ കൂടി ഗുരുതരമായൊരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയാനുള്ള കാരണം ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഈ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്ത ആളുകളുടെ പോസ്റ്റുകളുടെ ഒരു പാറ്റേണാണ്. അവർ ഒരേ സമയം സംഘപരിവാറിനെയും വിമർശിക്കുകയും സംഘപരിവാറിനെ എതിർക്കുകയും LDF-നെയും CPM-നെയും LDF സർക്കാരിനെയും വിമർശിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടാണ്. ഒരാശയത്തെ, ഒരു സംഘടനയെ എതിർക്കുന്നതും മറ്റൊരു സംഘടനയെ വിമർശിക്കുന്നതും രണ്ടാണ്. വിമർശനം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായ ഒരു കാര്യമാണ്. ഞാൻ സിഗേഷിനെ എതിർക്കുന്നതും സിഗേഷിനെ വിമർശിക്കുന്ന രണ്ട് കാര്യമാണ്. സിഗേഷിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സിഗേഷിനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, സിഗേഷിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ സിഗേഷിനെ തിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരുത്തൽ ശക്തികളെ സൈലൻസ് ചെയ്യാൻ കേരള പോലീസ് എന്തിനാണ് ശ്രമിക്കുന്നത് സർക്കാരിന് വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പോഴും അതിന് മറുപടി കിട്ടിയിട്ടില്ല. പോലീസ് ഇത് ആരുടെ ആജ്ഞപ്രകാരമാണ് ചെയ്തത്? ഇപ്പോൾ കേരള ലോ എൻഫോഴ്സ്മെൻറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ വലിച്ചത് എന്നാണ് മെറ്റ കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ. എങ്കിൽ കേരള സർക്കാർ എന്തിനാണ് തങ്ങളുടെ വിമർശകരെ സൈലൻസ് ചെയ്യുന്നത്? തങ്ങളെ വിമർശിക്കുന്നവരെ സൈലൻസ് ചെയ്യുന്നതിന് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ഞങ്ങളെ വിമർശിക്കുമെന്ന് കരുതിയിട്ടാണോ? അതല്ല, അവരുടെ വിമർശനം വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് കരുതിയിട്ടാണോ? അതല്ലെങ്കിൽ അവരെന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ വ്യാജപ്രചാരണം നടത്തുന്നുണ്ടോ? വിദ്വേഷപ്രസംഗം നടത്തുന്നുണ്ടോ? ഇവിടെ എനിക്ക് സർക്കാർ മറുപടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് വിദ്വേഷപ്രസംഗം തൊഴിലായി സ്വീകരിച്ച, അത് ബിസിനസ്സായി കൊണ്ടു നടക്കുന്ന, അതിലൂടെ ലക്ഷങ്ങൾ ഒരു മാസം സമ്പാദിക്കുന്ന കമ്പനികൾ തന്നെയുണ്ട്. വിദ്വേഷം മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്നവർ, വിദ്വേഷം മാത്രം പറയുന്ന ആളുകൾ, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന, അതൊരു നല്ല ബിസിനസ്സാണ്. വിദ്വേഷം ഇന്ന് കേരളത്തിൽ നല്ലൊരു ബിസിനസ്സാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും ഈ പോലീസ് എടുക്കുന്നില്ല. ഒരു FIR ഇടണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ പോലും നടപടി സ്വീകരിക്കാത്ത പോലീസ് സർക്കാരിൻ്റെ വിമർശകരെ, അതിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് ദുരൂഹമാണ്. ദുരൂഹമാണ് എന്ന് മാത്രമല്ല, അത് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ? അതല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിലൊരു രാഷ്ട്രീയ പ്രതികരണം CPM-ൻ്റെയും LDF-ൻ്റെതുമായി വരേണ്ടതുണ്ട്. വിമർശകരെ നിങ്ങൾ സൈലൻസ് ചെയ്യുകയാണോ? ഇനി വിമർശകർ വേണ്ടേ? ഈ ഭരണത്തിന് കീഴിൽ ഇനി വിമർശകർ വേണ്ട എന്നാണോ എന്നുള്ളതിനെങ്കിലും മറുപടി LDF-ൽ നിന്നും CPM-ൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. സാർ, ഈ സോഷ്യൽ മീഡിയ ഒരു പൊളിറ്റിക്കൽ ടൂൾ കൂടിയിട്ടാണ്. ഈ ഗോവിന്ദൻകുട്ടിയുടെ പോസ്റ്റുകളൊക്കെ നമുക്കറിയാം. ഇതോടൊപ്പം മാധവൻകുട്ടിയുടെ പോസ്റ്റുകൾ കൂടി നമ്മൾ ഇതോടൊപ്പം കാണേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫേസ്ബുക്കിലും ഇതിലുമൊക്കെ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൈബർ ഇടത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ആൾക്കാരിൽ നിന്ന് നേരിടുന്ന അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ ഭീഷണികളും നമ്മൾ കാണുന്നുണ്ട്. അതിനെ ഒരു ഇടത് സർക്കാർ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അതുകൂടി ഇതിനോടൊപ്പം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? സംഘപരിവാർ ഒരു വശത്തുണ്ട്, അവർ അതിരൂക്ഷമായിട്ടാണ് ഇത്തരം പോസ്റ്റുകളെ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പലപ്പോഴും സൈബർ ഇടത്തിലെ ഇടതുപക്ഷം കൂടിയിട്ട് അത്ര ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് മാറുന്നില്ലേ? ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അക്കൗണ്ട് റിമൂവ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഇന്ത്യയിൽ ഇൻവിസിബിൾ ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്താണ് ഇതേ ഫോറത്തിൽ. സമാനമായ അനുഭവം കേരളത്തിൽ ഫേസ്ബുക്കിൽ സജീവമായി ഇടപെടുന്ന വേറെയും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം പൊതു സ്വഭാവം, അവർ RSSനെയും കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും ഒരേപോലെ വിമർശിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ സംഘപരിവാർ അനുകൂല സമീപനങ്ങളെ, പ്രത്യേകിച്ച് പറയാൻ സവിശേഷമായി കേരള പോലീസിൻ്റെ സംഘപരിവാർ അനുകൂല സമീപനങ്ങളെ നിശിതമായി വിമർശിക്കുന്ന അക്കൗണ്ടുകളാണ്. ആ അക്കൗണ്ടുകൾ അദൃശ്യമാകുന്നു. അതിങ്ങനെ പലരായിട്ട് അതിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിലെല്ലാം ഉള്ള കോമൺ പാറ്റേൺ എന്താണ്? കേരള പോലീസ് അറിയിച്ചു, ഈ കേരളത്തിലെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അറിയിച്ചു എന്നാണ് മെറ്റയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം. അപ്പോൾ എന്താണ് അവർ അറിയിച്ചത്? എന്താണ് അവർക്കെതിരെ FIR ഉണ്ടോ? ഏതെങ്കിലും പെർട്ടിക്കുലർ കണ്ടൻറ്റായി ബന്ധപ്പെട്ട ഇത്തരം വിശദീകരണങ്ങളൊന്നും മെറ്റയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഫേസ്ബുക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് പറയില്ല, റേഡിയോയോട് സംസാരിക്കുന്ന പോലെ, റേഡിയോ എല്ലാം ഇങ്ങോട്ട് പറയും, അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കില്ല. ഇതേ പ്രശ്നം ഫേസ്ബുക്കിനും അതിൻ്റെ പാരൻറ്റ് കമ്പനിയുള്ള മെറ്റയ്ക്കുമുണ്ട്. ഇപ്പം നമ്മൾ തന്നെ മീഡിയ വൺ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറാണ്. മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ടാണ് നമ്മുടേത്. വലിയ ബിസിനസ് ആ നിലയിൽ ഫേസ്ബുക്കും മീഡിയ വണ്ണും തമ്മിലുണ്ട്. പക്ഷേ നമുക്ക് പോലും മുമ്പൊക്കെ നമുക്കൊരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു POC ഇല്ല, ഒരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഇല്ല. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നൊരു ആ ഒരു കോൺടാക്റ്റ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 3 വർഷത്തിലേറെയായി അതില്ലാതെയാണ് പോകുന്നത്. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ
ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അക്കൗണ്ട് ഒരു ദിവസം ഫ്രീസ് ചെയ്തു, ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ദിവസം ഫ്രീസ് ചെയ്തു വിതൗട്ട് എനി എക്സ്പ്ലനേഷൻ. പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് ഫ്രീസ് ചെയ്തപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു മീഡിയ നേരിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു RTI ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് കേരള പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് അതിന് വന്നുള്ള മറുപടി എന്ന് വെച്ചാൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ അതേക്കുറിച്ച് വിവരമൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തെ തുടർന്നാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നൊരു ക്വറി ഇടുമ്പോൾ അതിന് നമുക്ക് ലഭിച്ചുള്ള മറുപടി ഞങ്ങളുടെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല, സൈബർ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ എന്നാണ് മറുപടി ലഭിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഈ സ്വഭാവത്തിലുള്ള സംഗതികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള കോമൺ ആയിട്ടുള്ളൊരു പാറ്റേൺ ഇതാണ്. ഇവർ LDF സർക്കാരിനെ കേന്ദ്രത്തെ വിമർശിക്കുന്നു, അതേപോലെ തന്നെ കേരളത്തിലെ LDF സർക്കാരിനെ വിമർശിക്കുന്നു. അതിൽ എഗൈനുള്ളൊരു പാറ്റേൺ എന്താണ്, കേരളത്തിലെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിത് സസ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് ഇൻവിസിബിൾ ആക്കുന്നത് എന്ന വിശദീകരണം വരികയും ചെയ്യുന്നു, ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നു. ഇത് ഗുരുതരമായൊരു സാഹചര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മൂക്കുകയറിടുക എന്ന് പറയുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ സ്വഭാവമാണിത്. അത് പോലീസ് സ്വമേധയാ ചെയ്യുന്നതാണോ, അതല്ല CMOയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഹോം സെക്രട്ടറി നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പോലീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണോ, അത് വ്യക്തമാക്കേണ്ടത് CMO ആണ്, മുഖ്യമന്ത്രിയാണ്, CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലക്കിടുന്ന രീതിയിൽ സർക്കാർ വിമർശനങ്ങളുണ്ട്. അതിൽ തന്നെ സംഘപരിവാർ വിമർശനം ശക്തമായി നടത്തുന്ന ആളുകളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുക, ആ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ളൊരു സംവിധാനമായി കേരള പോലീസ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ സാഹചര്യമാണ്. മാധവൻകുട്ടിയുടെ കാര്യത്തിൽ മാധവൻകുട്ടി നമുക്കറിയാം കേരളത്തിൽ പബ്ലിക് സ്ഫിയറിലുള്ള ഒരാളാണ്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ പിണറായി വിജയൻ ഒരു കാലത്ത് അദ്ദേഹം പിണറായി ഭക്തജന സംഘത്തിൻ്റെ ആഗോള അധ്യക്ഷൻ എന്ന് പരിഹസിക്കപ്പെട്ട ആളാണ്. ആ നിലയിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചാനലിൽ വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ കാണും സാമാന്യമായിട്ട് ഈ ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പിണറായി വിജയന് വേണ്ടി സംസാരിക്കാത്തൊരു കാലത്ത് പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നത് ഫാഷനബിൾ അല്ലാതെ ഒരു മോശം കാര്യമായി കരുതപ്പെട്ടിരുന്ന കാലത്ത് പിണറായി വിജയൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വലിയ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ ഒരു ബ്രോഡർ ലെഫ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുകയും അതേസമയം സംഘപരിവാറിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും സംസ്ഥാന സർക്കാരിനെ വിഷയാധിഷ്ഠിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയൊരു കുറിപ്പ്, അത് രാജ്യദ്രോഹപരമാണെന്ന് പറഞ്ഞിട്ടൊരു പരാതി പോകുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി പോയതായിട്ട് നമ്മൾ അറിയുന്നത് BJPയുടെ RSSൻ്റെ മുഖപത്രത്തിൽ വന്ന വാർത്തയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണോ അങ്ങനെ ഒരു പരാതി പോയതിൻ്റെ പേരിൽ കേരള പോലീസ് പറഞ്ഞിട്ടാണോ? ഇനി അതല്ല പിണറായി വിജയൻ്റെ തന്നെ പല സമീപനങ്ങളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തു തന്നെയാലും ഈ ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, കേരള പോലീസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതിനെക്കുറിച്ച് 2 കാര്യം കൊണ്ട് എനിക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള പരിപാടികളാണ്. ഇങ്ങനെ മാധവൻകുട്ടിയുടെ അല്ലെങ്കിൽ വേറൊരാളുടെ മാധ്യമപ്രവർത്തകൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിൻ്റെ ഇത് ഇൻവിസിബിൾ ആക്കുന്നതോടുകൂടി ആ ശബ്ദം ഇല്ലാതാകും, അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാവുമെന്നാണ് സർക്കാരും പോലീസും വിചാരിക്കുന്നത്. അങ്ങേയറ്റം വിഡ്ഢിത്തം നിറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് അതിൻ്റെ ഒരു എമർജൻസി ടൈമിൽ സാധാരണ ഉയർത്തപ്പെട്ടിരുന്നൊരു ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലെഗസി മീഡിയകൾ, ഈ പരമ്പരാഗത മാധ്യമങ്ങൾ കാര്യങ്ങൾ മറച്ചു വെച്ചാലും കുഴപ്പമില്ല, ഈ നവമാധ്യമങ്ങളുടെ കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുക എഴുതുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ആളുകൾ. ലെഗസി മീഡിയയേക്കാൾ ഭീകരമാംവിധം സെൻസർഷിപ്പ് നിലനിൽക്കുന്നൊരു ഏരിയയാണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഏറ്റവും മാരകമായി നമ്മൾ കാണുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഗസ ജിനോസൈഡ് നടക്കുന്ന സമയത്താണ്. മെറ്റ എന്ന് പറയുന്ന കമ്പനി, മെറ്റയും ഗൂഗിളും എല്ലാവരും എങ്ങനെയാണ് ഗസ കണ്ടൻറ്റുകളെ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കേന്ദ്രീകൃതമായ സ്വഭാവത്തിൽ, ഈവൻ മലയാളത്തിൽ പോലും ഗസ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പോസ്റ്റിന് റീച്ച് കുറയുന്ന ഇത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ വേറെ പല വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതാറുണ്ടായിരുന്നത്, നമ്പറുകളൊക്കെ ഇട്ടിട്ട് എഴുതാൻ തുടങ്ങി.
പകുതി മലയാളവും പകുതി ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ച് അൽഗോരിതത്തിന് പിടിക്കാൻ പറ്റാത്ത സ്വഭാവത്തിൽ എഴുതാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അതൊരു സെൻട്രലൈസ്ഡ് പൊസിഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ മെറ്റ അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ട്വിറ്റർ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഗൂഗിൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലെഗസി മീഡിയയേക്കാൾ ഭീകരമായ സ്വഭാവത്തിൽ ഈ കണ്ടൻറ്റുകളെ ഫിൽട്ടർ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന സ്വഭാവം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്തോ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഇടമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭരണകൂടങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അധീശ ശക്തികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫിൽട്ടറിങ് ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഗിവൺ ദാറ്റ് അങ്ങനെയാണെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന തരത്തിൽ മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് എഗൻ ഗോ ടു അമേരിക്ക. അമേരിക്കയിലാണ് ഈ പറയുന്ന മെറ്റയുടെയും ഗൂഗിളിൻ്റെയും ട്വിറ്ററിൻ്റെയും എല്ലാം സെൻസർഷിപ്പ് ഗസ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട്, പലസ്തീൻ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാരക സ്വഭാവത്തിൽ പ്രവർത്തിച്ചത്. പക്ഷേ ഇതേ അമേരിക്കയിൽ തന്നെയാണ് ചെറുപ്പക്കാർ കൂട്ടത്തോടെ തെരുവിലും ക്യാമ്പസിലും വന്ന് നിറഞ്ഞത്. ആർക്ക് വേണ്ടി? ഗസയ്ക്ക് വേണ്ടി, ഫലസ്തീന് വേണ്ടി. അതുകൊണ്ട് മെറ്റയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ എക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഗൂഗിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നേരിട്ടിടപെട്ട് പ്രവർത്തിച്ചിട്ടും ആ കണ്ടൻറ്റുകൾ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. അത് പല സ്വഭാവത്തിൽ ജനങ്ങളിലേക്ക് കൈമാറി പോയിട്ടുണ്ട്. അത് ജനങ്ങൾ അത് കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായ രൂപീകരണം ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനായി മാറിയിട്ടുണ്ട്. അത് ഈ ഗസയ്ക്ക് ശേഷമുള്ള അമേരിക്ക തെളിവാണ്. മംദാനിയുടെ വിജയം എഗൈൻ നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പിടിച്ചു വെച്ച് കളയാം. ഒരു അക്കൗണ്ട് പൂട്ടി മാധവിക്കുട്ടിയുടെ അല്ലെങ്കിൽ എന്താണ് ആബിദ് അടിവാരത്തിൻ്റെ, വേറെ ഇർഷാദ് ലാബൻ്റെ, വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിൻ്റെ ഇത് പോലീസിനെ ഉപയോഗിച്ച് ഇൻവിസിബിളാക്കി അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്തു, അതിനെ മാറ്റിവെച്ചു എന്നതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത് തെറ്റോ ശരിയോ നമുക്ക് അഭിപ്രായമുള്ളതോ എന്താവട്ടെ അത് സപ്രസ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അജിംസതയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ കേരള പോലീസ് ഈ വിഷയത്തിൽ ഇത്ര ജാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ മാധവൻകുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ അത്ര പോപ്പുലറൊന്നുമല്ല. അതുവരെ സൂക്ഷ്മമായി നോക്കി നടപടിയെടുക്കാൻ അതിന് മാത്രം ജാഗ്രത കേരള പോലീസ് കാണിക്കുന്നുണ്ടെങ്കിൽ നോക്കൂ, ഇപ്പുറത്ത് മർച്ചൻ്റ് ഓഫ് ഹെയ്റ്റ് എന്ന് പറയാവുന്ന വെറുപ്പിൻ്റെ വ്യാപാരികൾ, അതൊരു ഇൻഡസ്ട്രിയൽ ഒരു വ്യവസായമെന്ന പോലെ കേരളത്തിൽ ഹെയ്റ്റിൻ്റെ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് ഇവരുടെ ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേക്കും. നമ്മുടെ നാട്ടിൽ IPC പ്രകാരം അല്ലെങ്കിൽ BNS പ്രകാരം ഗുരുതര കുറ്റകൃത്യമായുള്ള ക്രിമിനൽ ഒഫൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ദിനേ എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഞാൻ പലവട്ടം പറഞ്ഞാണ്, എഗൻ ആവർത്തിക്കുന്നു, പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യാവസായിക വളർച്ച നേടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഹെയ്റ്റ് ഇൻഡസ്ട്രിക്കാണ്. ഹെയ്റ്റ് ഫാക്ടറികളാണ് ഇവിടെ ഏറ്റവും അധികം വർദ്ധിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഒരു നടപടി, അങ്ങനത്തെ ഒരു ഹെയ്റ്റ് ഫാക്ടറി കാറിൽ കൊണ്ട് നടന്നു എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരു ഹെയ്റ്റ് ഫാക്ടറിയെ സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണല്ലോ. ഒരു നിലക്കുള്ള നടപടിയും ഈ ഹെയ്റ്റ് ഫാക്ടറികൾക്കെതിരെ എടുക്കാതെ അതേസമയം മാധവൻകുട്ടിയെ പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സവിശേഷമായി ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിചിത്രമായ അവസ്ഥയാണ്. ഈ പ്രശ്നം നോക്കൂ, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അധികം സംസാരിച്ചതേക്കുറിച്ചാണ്. നമ്മൾ മാത്രമല്ല, ഇടതുപക്ഷത്തുള്ള സാംസ്കാരിക പ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്, ഈവൻ CPIയുടെ ആളുകൾ വരെ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഞങ്ങൾ ഈ വിഷയം മനസ്സിലാക്കുന്നു, അഡ്രസ്സ് ചെയ്യുന്നു, ഞങ്ങൾ തിരുത്തും, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന പോലും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതെ, എൻ മാധവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന കേരള പോലീസ്, അല്ലെങ്കിൽ അതിന് നിർദ്ദേശം കൊടുക്കുന്ന കേരള പോലീസ്, ഇവിടുത്തെ വിദ്വേഷ പ്രചാരകർക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കിയാൽ നന്നായിരുന്നു.